ശ്രീ ദീപക്, CPM-ന്റെ നിലപാട് എന്താണ് ഈ അറസ്റ്റിൽ, ഈ സംഘർഷത്തിൽ, ഈ സംഭവത്തിൽ? സൂദൻ കോർപ്പറേഷൻ കൗൺസിലറായി തെരഞ്ഞെടുത്തതിന് ശേഷം എത്രയോ കാലം കൊണ്ട് കോർപ്പറേഷൻ കൗൺസിലിനകത്ത് തന്നെ പങ്കെടുക്കുന്നില്ല. ഈ സൂദന്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിനകത്ത് പല സ്റ്റേഷനകത്തും ഈ ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാള് ഈ സാധാരണ ഒരു നിരപരാധിയല്ല, ഒരു കാപ്പ കേസിനകത്ത് പ്രതിയാണ്. നിരവധി സിറ്റിയിൽ നടന്നിട്ടുള്ള പല കേസിനകത്തും ഇയാൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തതിന് ശേഷം, ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തതിന് ശേഷം, അതിനകത്ത് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അതിനകത്ത് മണ്ണ് കച്ചവടമുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഇല്ലീഗൽ ബിസിനസ്സും നടത്തിയതിന് ശേഷം ഇയാള് നാട്ടുകാർക്കെതിരെ, ഒരു സാധാരണപ്പെടുന്ന ആളുകൾക്കെതിരെ പോലും ഒരു കാരണവും കൂടാതെ നിരവധി കേസിനകത്ത് അവരെ ഉപദ്രവിക്കുകയും അവര് മറ്റ് ഗുണ്ടകളെ കൊണ്ടുവന്ന്, ഇയാളെ ചുറ്റും യഥാർത്ഥത്തിൽ എപ്പോഴും കുറെ ഒരു ഗുണ്ടാ സംഘം തന്നെ കാണും. അവരും എല്ലാം ഇതുപോലെ തന്നെ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളാണ്. അവര് ഒരു ഭീകര അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ ആ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും നടത്തിയിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഈ പോലീസ് അറസ്റ്റ് ചെയ്യാൻ കോടതിയിൽ നിന്ന് കൊടുത്തിരുന്ന കേസ് ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് അനുകൂലമല്ലാതെ കോടതി അവര് പോലീസിന് സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷെ അവര് പോലീസ് മുമ്പിൽ സറണ്ടർ ചെയ്തില്ല. പകരം ആളെ സംഘടിപ്പിച്ച് അവര് ഈ പോലീസിന് നേരെ ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന്